INL സംസ്ഥാന നേതൃത്വത്തിന്റെ വഞ്ചനാപരമായ നിലപാടിലും തെറ്റായ നയങ്ങളിലും പ്രതിഷേധിച്ച് ജില്ലാ കമ്മിറ്റിയിൽ കൂട്ടരാജി. ജില്ലയിലെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരുമടക്കം 300 പരം ആളുകൾ നാഷണൽ ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. ഇടതുപക്ഷ മുന്നണിക്കൊപ്പമാണെന്ന് പറയുകയും രഹസ്യമായി വലതുപക്ഷ മുന്നണിയിലെ പാർട്ടികളുമായി ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ട് സ്വന്തം അണികളെയും പൊതുസമൂഹത്തെയും INL നേതാക്കൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് പാർട്ടിയിൽ ചേക്കേറുകയും നേതൃസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു പറ്റം വ്യക്തികളാണ് ഈ കൊടുംചതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. പാർട്ടിയിൽ സമീപകാലത്തുണ്ടായ പിളർപ്പിന് ചരട് വലിച്ചതും ഇതേ വ്യക്തികളാണെന്നും ജില്ലയിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞു. പാർട്ടിയിൽ ഐക്യവും അനുരഞ്ജനവും ഉണ്ടാക്കാനുള്ള ഇടതുപക്ഷ മുന്നണി നേതൃത്വത്തിൻ്റെ അഭ്യർത്ഥനയോടെ മുഖം തിരിക്കുന്നതും ഇതേ വ്യക്തികളാണ്. ഇവരെ നേതാക്കളായി അംഗീകരിക്കാനും ഇവരുടെ കീഴിൽ പ്രവർത്തിക്കാനും ആത്മാഭിമാനവും രാഷ്ട്രീയ സത്യസന്ധതയുമുള്ളവർക്ക് കഴിയില്ലെന്നും പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ പറഞ്ഞു. 27-ന് വൈകുന്നേരം 4 മണിക്ക് മലപ്പുറം കുന്നമ്മൽ ടൗൺ ഹാളിൽ നടക്കുന്ന ലയന സമ്മേളനത്തിൽ INL വിട്ട് നാഷണൽ ലീഗിലേക്ക് വരുന്നവരെ സ്വീകരിക്കും. നാഷണൽ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പ്രൊഫസർ AP അബ്ദുൽ വഹാബ് ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവിധ നേതാക്കളും പരിപാടിയിൽ ഭാഗമാവും. ഞങ്ങളുടെ പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസവും വിഭാഗീയതയൊക്കെ ഉണ്ടായി. ഒരു 2 വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പേരിലും ശ്രീ അഹമ്മദ് ദേവഗോപി പ്രസിഡന്റായിട്ടും നാഷണൽ ലീഗ് എന്ന പേരിൽ AP അബ്ദുൽ വഹാബ് പ്രസിഡന്റായിട്ടും 2 കമ്മിറ്റിയും 2 പാർട്ടിയായിട്ടാണ് 2 കൊല്ലത്തോളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിയമപരമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് പാർട്ടിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം നേതാക്കളും പ്രവർത്തകരും നാഷണൽ ലീഗിൻ്റെ കൂടെ ആയിരുന്നു. ഇടക്കാലത്ത് INL ചില വിഭാഗീയത ഉണ്ടാവുകയും അതിൽ മലപ്പുറം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു വിഭാഗം നേതാക്കളും ഏതാണ്ട് 300ഓളം പ്രവർത്തകരും ആ പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ഇന്ന് നാഷണൽ ലീഗിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലയന സമ്മേളനം അടുത്ത വ്യാഴാഴ്ച 25 ടൗൺ ഹാളിൻ്റെ മുന്നിൽ വെച്ചിട്ട് വിപുലമായി നടക്കും. ഈ കാര്യം പത്രക്കാരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് പത്രസമ്മേളനം വെച്ചിട്ടുള്ളത്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് രാജിവെക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് നാഷണൽ ലീഗ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഇതിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. CH മുസ്തഫ, PKS മുജീബ് ഹസൻ, K അബ്ദുൽ ലത്തീഫ്, VK യൂസഫ് ഹാജി, NV അബ്ദുൾ അസീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.